ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇതാണ് ബോട്ടിൻ്റെ 138 എന്ന് പറയുന്നത് അവരുടെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ പെട്ട ഡ്രോപ്സും. ഇത്തിരി പഴയ മോഡലാണ്, എന്നാൽ പോലും ഇപ്പോഴായാൽ പോലും നല്ല രീതിക്ക് തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ഓപ്ഷനിൽ പെട്ട ഒരു പ്രോഡക്റ്റ് ആണിത്. അതിന് മാത്രമുള്ളത് ഈ ഒരു പ്രോഡക്റ്റിലുണ്ടോ എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിലൊരു കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ് ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഇത് വെബ്സൈറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തൊരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ പേരെന്ന് പറയുന്നത് റൂട്ടർ ഷോപ്പ് എന്നാണ്. വളരെ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു വെബ്സൈറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന്റെ പ്രോഡക്ട്സ് വളരെ ചീപ്പ് റേറ്റിൽ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ബോട്ടിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബോട്ടിന്റെ പ്രോഡക്ട്സിന് കാണുന്ന പ്രൈസിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ ബോട്ടിന്റെ 148 ബോട്ടിന്റെ ബേസ് ഹെഡ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റും അതോടൊപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബോട്ടിന്റെ 138 എന്ന് പറയുന്ന മോഡലൊക്കെ ഇപ്പോൾ നല്ല ചിപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഞാൻ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വളരെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പേജ് ആണ്. യാതൊരു വിധ ഡിസീസും വരത്തില്ല. 4 to 7 ഡേയ്സിൽ നമുക്ക് ഡെലിവറി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെക്ക് ബാൻഡ്സ് വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി ബോട്ടിന്റെ പ്രോഡക്റ്റ് ഒക്കെ നല്ല രീതിക്കാണ് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഒരു പ്രോമോ കോഡ് കൂടിയുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 65 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു പ്രോമോ കോഡ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. നല്ല രീതിക്കുള്ള ഡിസ്കൗണ്ട് ഓൾറെഡി കിട്ടുന്നുണ്ട്, അതായത് നല്ലൊരു ചീപ്പ് റേറ്റ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു 65 റുപ്പീസിന്റെ ഈ ഒരു ഡിസ്കൗണ്ട് കൂടി അല്ലെങ്കിൽ ഈ ഒരു പ്രോമോ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രോഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോമോ കോഡ് അപ്ലൈ ചെയ്താൽ മതി. 65 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും കിട്ടും. സോ അപ്ലൈ ചെയ്തിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം. സൈറ്റ് ലിങ്ക് ഞാനിലേക്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അതായത് 1000 രൂപയ്ക്ക് ശരിക്കും ഇത് വാങ്ങിക്കാനുണ്ടെങ്കിൽ 900 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ശരിക്കും ഇത് വാല്യൂ ഫോർ മണി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ബോക്സിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ബോക്സിന്റെ അകത്ത് എയർ ഡ്രോപ്സ് വരുന്നുണ്ട്, ടൈപ്പ് സി ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതായത് 1000 രൂപയ്ക്കൊക്കെ നമുക്ക് ടൈപ്പ് സി ചാർജിങ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ടൈപ്പ് സി ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 1 ഇയർ വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്, യൂസർ മാനുവൽ, ബോട്ടിന്റെ കുറച്ച് സ്റ്റിക്കേഴ്സ്, അതോടൊപ്പം തന്നെ ബോട്ടിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ബോക്സ് കണ്ടൻസ് എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, ബോക്സിന്റെ അകത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എയർ ഡ്രോപ്സ് അല്ലെങ്കിൽ ഈ ഒരു എയർ ഡ്രോപ്സിന്റെ കേസ് കയ്യിലെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കാം. ആവറേജ് ആണ്, അത് ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയുന്നത്. 1000 രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന ആ ഒരു എയർ ഡ്രോപ്സിന്റെ ക്വാളിറ്റി അത് തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇയർബഡ്സിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എടുത്ത് പറയാനൊന്നുമില്ല. എക്സ്പെഷ്യലി ഇതിന്റെ ആ ഒരു ലിഡ് ആണെങ്കിലും അത്യാവശ്യം ലൂസാണ്. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അനക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അടഞ്ഞു പോകുന്നുണ്ട്. സോ പെട്ടെന്ന് ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല ക്രിസ്പ് ആയിട്ടുള്ള ലിഡ് അല്ല കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ തന്നെ അതങ്ങ് ക്ലോസ് ആവുന്നുണ്ട്. സോ അങ്ങനെ ഭയങ്കര നല്ല ബലമുള്ള ഒരു ലിഡ് അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റി അല്ലെങ്കിൽ നോർമൽ ക്വാളിറ്റിയുള്ള ലിഡാണ്. അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല, നോർമൽ സൈസ് അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ ബിൽഡ് ക്വാളിറ്റി ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. അതായത് 1000 രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായുള്ള ചീപ്പൊന്നുമല്ല, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഫ്രണ്ടിലായിട്ട് 3 LED ലൈറ്റും ബോട്ടിന്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഒരു ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ആവറേജ് ആണ്, ഓക്കേഷ് ആണ്. നെക്സ്റ്റ് ഇയർബഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇൻ ഇയർ ഇയർബഡ്സ് അല്ല, അതായത് നോർമൽ ടൈപ്പ്, അത് മുമ്പ് വന്നുകൊണ്ടിരുന്ന ആ ഒരു എയർപോർട്സിന്റെ ഒക്കെ ആ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇത് ഓക്കെയാണ്. അതായത് ചില ആൾക്കാർക്ക് ഈ ഒരു ഡിസൈനാണ് ഇഷ്ടം. എനിക്ക് ഈ ഒരു ഡിസൈൻ അല്ല പ്രിഫർ ചെയ്യുന്നത്. ഞാൻ അതായത് ഇയർബഡ്സ് ഉള്ള ആ ഒരു ഡിസൈനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ നിന്ന് ഊരി വീഴത്തില്ല. ഇത് ഊരി വീഴുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. ഇത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നില്ല എന്നല്ല, ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നില്ല. അനക്കി കഴിഞ്ഞാലൊന്നും വീഴത്തില്ല. എന്നാൽ പോലും ആ ഒരു കംഫോർട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നല്ലോണം കേൾക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില ആൾക്കാർക്ക് ഇതാണ് കംഫോർട്ടായിട്ട് ഫീൽ ചെയ്യാറുള്ളത്. എനിക്ക് പേഴ്സണലി ഇതല്ല കംഫോർട്ടായിട്ട് തോന്നുന്നുള്ളത്. സോ ഇത് ഓക്കെയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഇയർബഡ്സിന് കൊടുത്തിട്ടുണ്ട്. ഇനി സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 30 mm ഡ്രൈവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അകത്തായിട്ട്. സൗണ്ട് ക്വാളിറ്റി ആവറേജ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ബേസ് കൂട്ടുക, മിഡ് കൂട്ടുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം ഓക്കെയാണ്. ട്രിപ്പിൾ ആണെങ്കിലും മിഡ് ആണെങ്കിലും എല്ലാം ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ആ ഒരു സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ 30 mm ആ ഒരു ഡ്രൈവേഴ്സിന് കൊടുത്തിരിക്കുന്ന ആ ഒരു മാനേജബിൾ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലേ ബാക്ക് ടൈം ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളൊരു ആവറേജ് മോഡറേറ്റർ യൂസർ ആണെങ്കിൽ
ഡെയിലി നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഇടയ്ക്കൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കേസിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ചാർജ് നിൽക്കുന്നുണ്ട്. LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ചാർജ് ഉണ്ടോ ഇല്ലെന്നൊക്കെയുള്ള ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ടൈപ്പ് സി ചാർജിങ്ങിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5-2 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. സോ ബാറ്ററി ബാക്കപ്പും ഓക്കെയാണ്. അത് 1000 രൂപക്കകത്ത് കിട്ടുന്ന ആ ഒരു എയർപോർട്സിൻ്റെ ക്വാളിറ്റിയൊക്കെ ഈ ഒരു ബാറ്ററി ബാക്കപ്പിൽ കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ബോട്ടിൻ്റെ 138 എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്തിരി പഴയ മോഡലാണെങ്കിൽ പോലും ഇപ്പോഴായാലും റെക്കമെൻഡബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ബോട്ടിൻ്റെ ഫാൻ ബേസ് ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡബിൾ ആണ് ആൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് 1000 രൂപ അല്ലെങ്കിൽ 900 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. എക്സ്പെഷ്യലി ഞാൻ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 900 രൂപ പ്രൈസ് റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ആ ഒരു കൂപ്പൺ കോഡും കൂടി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വലിയ രീതിയിൽ എടുത്ത് പറയുന്ന ഒരു വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു അതിൻ്റെ ഒരു റിവ്യൂ ഇട്ടു, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.